സോ ഹലോ ആൾ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാം ആയിരിക്കും അല്ലേ. അപ്പോൾ മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് 1 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടോപ്പിക് എക്സാംസ് ആയിരിക്കും. ഫുൾ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രാൻഡ് മോഡൽസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഗ്രാൻഡ് മോഡൽസിലൊക്കെ ഇപ്പോൾ കറൻ്റ് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് മോഡലൊക്കെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് പേരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്ക് ഇപ്പോൾ വീക്കിലി എക്സാമിന് മാർക്ക് ഡൗൺ ആയിട്ട് കുറയുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വീക്കിലി എക്സാമിലൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഈ മോഡൽ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷേ ഈ ഒരു എൻഡിങ് ആയപ്പോഴത്തിന് അതായത് ടോപ്പിക് വൈസ് മോഡൽസൊക്കെ നിങ്ങൾക്ക് എൻഡ് ആയപ്പോഴത്തിന് നിങ്ങൾക്ക് മാർക്കൊക്കെ ഡൗൺ ആയവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് മെസ്സേജ് കിട്ടുന്നത് ഇപ്പോൾ വാട്സപ്പിലായാലും ടെലഗ്രാമിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും കൂടുതലായിട്ട് മെസ്സേജ് കിട്ടുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ മാർക്ക് കുറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം. അതായത് ഒരുപാട് പേർക്ക് ടെൻഷനാണ്. അതായത് ഇങ്ങനെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് നീറ്റ് കിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ഇപ്പോൾ നീറ്റിനൊക്കെ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ +2 കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണം എന്നൊന്നും അറിയണ്ടാവില്ല. അതായത് ഇപ്പോൾ 2024 നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നൊന്നും നിങ്ങൾക്കറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു ക്രാഷ് കോഴ്സ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പെർസെൻറ്റേജ് വൈസ് റിസൾട്ട് ഉണ്ടാക്കിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യൂട്യൂബിൽ അതുപോലെ തന്നെ മറ്റുള്ള ഇതിലൊക്കെ കണ്ടതാണ്. ഡോക്ടർ JP's ക്ലാസ്സസ്, വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. അതായത് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും. 2.5 മണിക്കൂർ വെച്ചിട്ട് ഡെയിലി ക്ലാസ്സസ് 3 ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ ഡെയിലി എക്സാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെയിലി എക്സാംസും അതുപോലെ തന്നെ അതായത് ഇന്നലത്തെ ടോപ്പിക്കിൻ്റെ എക്സാം ആയിരിക്കും ഇന്നുണ്ടാവുന്നത്. അതുപോലെ തന്നെ വീക്കിൽ അതായത് ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവാണ്, അതായത് ഞായറാഴ്ച ലീവാണ്. അപ്പോൾ ഈ ഞായറാഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആഴ്ച എടുത്ത ടോപ്പിക്സിൻ്റെ നീറ്റ് വൈസ് എക്സാം ആയിരിക്കും. അതായത് 720 മാർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും. സോ മോസ്റ്റ് അഫോർഡബിൾ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതിലോട്ട് പോകാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ സ്കോർ ചോദിച്ചിട്ടൊക്കെ, അതായത് എൻ്റെ മോഡൽ എക്സാം സ്കോറും അതുപോലെ തന്നെ എൻ്റെ റിപ്പീറ്റ് ചെയ്തപ്പോഴുള്ള മോഡൽ എക്സാം സ്കോറും അതുപോലെ തന്നെ മോഡൽ എക്സാം സ്കോറും അതുപോലെ തന്നെ ആ ടൈമിലുള്ള നീറ്റ് എക്സാം സ്കോറൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം നോർമലി ഞാൻ അങ്ങനത്തെ കമൻറ്റിനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ മാർക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ എനിക്ക് മോഡൽ എക്സാമിൽ ഇപ്പോൾ ഒരു 300 മാർക്ക് അല്ലെങ്കിൽ 200 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ സെയിം മാർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീറ്റിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ സെയിം സ്കോർ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഞാൻ ഒരുപാട് കമൻറ്റ് അങ്ങനത്തെ സെയിം വ്യക്തിനെ ഒരുപാട് കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. നോർമലി അങ്ങനത്തെ കമൻറ്റൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇപ്പോൾ മോഡൽ എക്സാമിന് മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മോഡൽ എക്സാമിന് ഇപ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, എന്നെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിടുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് വീഡിയോ ഷെയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് നീറ്റ് ആസ്പിറൻസിന് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ഇതുപോലത്തെ വീഡിയോസ് എടുക്കാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് എനിക്ക് എത്രത്തോളം അതായത് മോഡൽ എക്സാമിന് മാർക്ക് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിൽ എക്സാമിലൊക്കെ വളരെ കുറവായിരുന്നു. ഫിസിക്സിലൊക്കെ 0 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അതായത് മോഡൽ എക്സാമിന് ഫിസിക്സിൽ 0 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 200 മാർക്ക്, അതായത് 720 200 മാർക്ക് 300 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോഡൽ എക്സാം. പിന്നെ മോഡൽ എക്സാമൊക്കെ ഇപ്പോൾ ഫുൾ ടോപ്പിക്കൊക്കെ ആയപ്പോൾ അതായത് മോഡൽ എക്സാം ഇപ്പോൾ ടോപ്പിക് വൈസ് മോഡലൊക്കെ എൻഡ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 400 എത്തി. പിന്നെ എന്താ വെച്ചാൽ 400 എത്തി. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള പോലെ തന്നെ ഒരുപാട് ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്തപ്പോഴുള്ള കാര്യമായിട്ട് പറയുന്നത് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഇനി മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതായത് നീറ്റ് കിട്ടും എന്നുള്ളതൊക്കെ. സോ ഞാനെന്താ ചെയ്തു വെച്ചാൽ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് അതായത് എല്ലാവരും പറയും അതായത് മോഡൽ എക്സാം എഴുതുമ്പോഴാണ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ടോപ്പിക് വൈസ് മോഡൽ എക്സാം എഴുതുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം മാർക്ക് അതായത് നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ അപ്പോൾ എല്ലാവരും പറയും മോഡൽ എക്സാം എഴുതുമ്പോഴാണ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ ടോപ്പിക് വൈസ് മോഡൽ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യില്ല. കാര്യം എന്താ നിങ്ങൾക്കറിയോ, അതായത് ടോപ്പിക് വൈസ് മോഡലിന് ഓരോ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സാണ് എല്ലാ ടോപ്പിക്കിനും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ചാപ്റ്റർ ഉള്ള ടോപ്പിക്ക് എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ കുറച്ചറിയുന്ന ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറവായിട്ടേ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എക്സാമിൻ്റെ ടഫ്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ടോപ്പിക് വൈസ് മോഡലിന് ഈ ഒരു മാർക്ക് അതായത് കൂടുതലായിട്ട് ഇങ്ങനെ അതായത് ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങളുടെ മാർക്ക് അതായത് മോഡൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ മനസ്സിലാവുക വെച്ചാൽ ഫുൾ ടോപ്പിക് എക്സാം എഴുതുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഈ ആ ഒരു ഫേസിലോട്ടാണ് പോകുക. അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഫുൾ ടോപ്പിക് എക്സാം എഴുതുമ്പോഴാണ് നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് പോകുക. അതായത് ഫുൾ ടോപ്പിക് എഴുതുമ്പോൾ ഇപ്പോൾ ഇന്ന് ഫുൾ ടോപ്പിക് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫുൾ ടോപ്പിക് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്ററിലൂടെ ഒന്ന് കടന്നു പോകും.
പിന്നെ നിങ്ങൾ ഇന്ന് രാത്രി അത് എന്താ പറയുക ഫുൾ ടോപ്പിക് എക്സാമിൻ്റെ നിങ്ങൾ കീ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കും. പിന്നെ ഗ്രാജുവലി നിങ്ങൾ എക്സാം എഴുതുന്നതോറും കൂടി നിങ്ങളുടെ അതായത് എല്ലാ ടോപ്പിക്കും പിന്നെ കവറായി പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇമ്പ്രൂവ് ആവും. സോ അങ്ങനെയാണ് നിങ്ങളെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നത്. അല്ലാതെ ഇപ്പോൾ തന്നെ നിങ്ങളെ മാർക്ക് കുറയുന്നു ഓർത്തിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് അതായത് 200 മാർക്ക് 300 മാർക്ക് അങ്ങനെ കൂടി വന്നു. ഇപ്പം മാർക്ക് കുറയുന്നവരാരും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് സിൻസിയറായിട്ട് പറയണം, നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവും. അതായത് ഇപ്പോഴത്തെ മാർക്കായിരിക്കില്ല നിങ്ങൾക്ക് നീറ്റിന് കിട്ടുക. എങ്ങനെയാലും ഈ ഒരു മാർക്കിനെക്കാളും ഒരുപാട് മാർക്ക് എനിക്ക് ഇമ്പ്രൂവ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാമിൻ്റെ മാർക്കും കിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ മോഡൽ എക്സാം ടഫായിരിക്കും. കാര്യം എന്താ വെച്ചാൽ നമുക്ക് അതായത് മോഡൽ എക്സാം അവർ ടഫാക്കിയിട്ട് വെക്കുള്ളൂ. ചിലപ്പോൾ ഔട്ട്സൈഡ് NCERT ഒക്കെ ഉണ്ടാവും. അതൊന്നും നീറ്റിന് ചോദിക്കില്ല. പക്ഷേ എങ്ങനെയാലും നീറ്റിന് നിങ്ങൾക്ക് ഇതിലാരും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതിലാരും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക, മോഡൽ എക്സാമിനൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. ഫുൾ ടോപ്പിക് എക്സാം ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ ഗ്രാജുവലി നിങ്ങൾ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മാർക്ക് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ലാസ്റ്റൊക്കെ കിട്ടുന്ന ഏകദേശം ആ ഒരു സെയിം റേഞ്ചിൽ ആയിരിക്കും കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് കിട്ടിയിരുന്നത്. ഏകദേശം ഒരു 50 മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതായത് ചിലപ്പോൾ കൂടാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് ലാസ്റ്റ് കിട്ടുന്ന മാർക്ക് കേട്ടോ. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. സോ നീറ്റ് 2024 എഴുതുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.